ഹായ്, വെൽക്കം ടു ലേണിംഗ് നോക്ക്. ഇന്ന് കഴിഞ്ഞ 26-ാം തീയതി നടന്ന അനലിസ്റ്റ് എക്സാമിൻ്റെ ആൻസർ ഡിസ്കഷനാണ് നടത്തുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേവ് ലെങ്ത് ഓഫ് സെക്കൻഡ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ് ഈസ്. റെഡ്ബർഗ് ഫോർമുലയിൽ n1 = 1 n2 = 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 112.5 നാനോമീറ്റർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് എ വിത്ത് ലിസ്റ്റ് ബി. ലിസ്റ്റ് എയിൽ കോമ്പൗണ്ട്സും ലിസ്റ്റ് ബിയിൽ അതിൻ്റെ ഷേപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അമോണിയ പിരമിഡൽ, വാട്ടർ വി ഷേപ്പ്, മീഥെയ്ൻ ടെട്രാഹെഡ്രൽ. സോ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. A2, B3, C1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ്? PbCl2 is more stable than PbCl4 due to inert pair effect. Boron shows diagonal relationship with magnesium. PbCl4 is more stable than PbCl4 due to inert pair effect. നമുക്കറിയാം ലെഡിൻ്റെ വാലൻഷ്യൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 4ആണ്. എന്നാൽ ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണം അത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റേ കാണിക്കുന്നുള്ളൂ. അതായത് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയെ കാണിക്കുന്നുള്ളൂ. അങ്ങനെ ആവുമ്പോൾ PbCl2 ആണ് കൂടുതൽ സ്റ്റേബിളായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്, എന്നാൽ തേർഡ് ഓപ്ഷൻ തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ബോറോൺ ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് മഗ്നീഷ്യം. അത് തെറ്റായ ഓപ്ഷനാണ്. മഗ്നീഷ്യം ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് ലിഥിയവുമായിട്ടാണ്. സോ ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എലമെൻറ്റ് വിച്ച് ഹാസ് ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി ഈസ്. ആൻസർ ഓപ്ഷൻ എ, ക്ലോറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് എ വിത്ത് ലിസ്റ്റ് ബി. ലിസ്റ്റ് എയിൽ മോളിക്യൂളും ലിസ്റ്റ് ബിയിൽ ഹൈബ്രിഡൈസേഷനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ SF6, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3d2. പിന്നെ CH4 sp3, BeF2-ൻ്റെത് sp. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, A3, B2, C1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഹാസ് എ ബോണ്ട് ഓർഡർ ഓഫ് 3. ഇവിടെ എന്നോട് കേസ് എടുക്കുമ്പോൾ ആകെ 15 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളതിൽ 10 ബോണ്ടിങ്ങും 5 ആൻറ്റി ബോണ്ടിങ്ങും. സോ ബോണ്ട് ഓർഡർ 2.5. കാർബൺ മോണോക്സൈഡിൻ്റെ കേസ് വരുമ്പോൾ 14 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. സോ ബോണ്ട് ഓർഡർ 3 വരും. ബോണ്ട് ഓർഡർ 3 വരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോൺ ഹേബർ സൈക്കിൾ ഹെൽപ്സ് ടു ഡിറ്റർമിൻ. ആൻസർ ഓപ്ഷൻ ഡി, ലാറ്റിസ് എനർജി. 8th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് ഈസ് നോട്ട് പെർമിസിബിൾ. ആൻസർ ഓപ്ഷൻ സി. ഇവിടെ L = -1 വന്നിട്ടുണ്ട്, അത് പെർമിസിബിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഓഫ് മാസ് 2 × 10⁻19 കിലോഗ്രാം and velocity 10⁵ meter per second is. ഡി ബ്രോഗ്ലി ഇക്വേഷൻ യൂസ് ചെയ്യുകയാണ്. λ = h/mv. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3.31 × 10⁻20 എന്ന ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പ്രസൻറ്റ് ഇൻ പാരാനൈട്രോഫിനോൾ. പാരാനൈട്രോഫിനോളിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് തന്നെയാണ്, അത് ശരിയാണ്. ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് പാരാനൈട്രോഫിനോൾ ഈസ് ഹയർ ദാൻ ഓർത്തോനൈട്രോഫിനോൾ. അപ്പോൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിൻറ്റ് ഹൈ ആണ്. നെക്സ്റ്റ്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പ്രസൻറ്റ് ഇൻ പാരാനൈട്രോഫിനോൾ. അത് തെറ്റായ ഓപ്ഷനാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി, ബോത്ത് 1 and 2. 10 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു ഓൾ.